കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ സംഘം അല്പസമയത്തിനുള്ളിൽ തന്നെ ഡൽഹിയിൽ എത്തിച്ചേരും. അവർ സഞ്ചരിക്കുന്ന കേരള എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ തന്നെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ കണ്ടു, അവിടെ വലിയ ആവേശ കാഴ്ചകളാണ്. സംഘത്തെ വരവേൽക്കാൻ വലിയൊരു സന്നാഹം തന്നെയുണ്ട്. നന്ദഗോപനിലേക്ക് തന്നെയാണ് പോകുന്നത്. നന്ദൻ, നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടു. മലയാളികളടക്കമുള്ളവർ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ സംഘം അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? എങ്ങനെയാണ്, അവർ എത്താറായിട്ടുണ്ടോ? ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട കേരള എക്സ്പ്രസ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തും. B1 എന്നുള്ള കോച്ചിലാണ് ഈ നേതാക്കൾ ഉള്ളത്. B1ഉം അതേപോലെ തന്നെ 2 കോച്ചുകളിലായാണ്. ഒരു കോച്ച് മുഴുവനും അതേപോലെ തന്നെ മറ്റൊരു കോച്ചിന്റെ പകുതിയും എന്ന നിലയിലാണ് ഇപ്പോൾ ഇതിൽ ക്രമീകരിച്ചിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതായത് കടന്നു വന്ന വഴികളിലെല്ലാം വലിയ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ ട്രെയിൻ കടന്നു വരുന്നത്. ഇപ്പോൾ ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ 7ാം പ്ലാറ്റ്ഫോമിലേക്ക് കേരള എക്സ്പ്രസ് കടന്നു വരികയാണ്. ആ കേരള എക്സ്പ്രസിലുള്ള നേതാക്കന്മാർക്ക് സ്വീകരണം ഒരുക്കാൻ വേണ്ടി BJPയുടെ ഡൽഹി ഘടകത്തിൽ നിന്നുമുള്ള നേതാക്കളും ഒപ്പം തന്നെ BJPയുടെ കേരള സെൽ ഭാരവാഹികളും തയ്യാറായി കഴിഞ്ഞു. ഇനി ഈ ട്രെയിനിൽ സഞ്ചരിച്ചെത്തുന്ന BJPയുടെ മുതിർന്ന നേതാക്കൾ, അവരുടെ വിശേഷങ്ങളാണ് കൂടുതലായി അറിയേണ്ടത്. അവരുടെ ഈ കഴിഞ്ഞ 2 ദിവസത്തെ ട്രെയിൻ യാത്രയിൽ അവരുടെ അനുഭവങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ പ്രതിനിധി ഗോകുൽ ഈ ട്രെയിനിലുണ്ട്. ഗോകുൽ കൃത്യമായി ഓരോ നിമിഷവും വിവരങ്ങൾ അതേ നമ്മളെല്ലാ ബുള്ളറ്റിനുകളിലും അവരുടെ യാത്ര സംബന്ധിച്ചുള്ള പൂർണ്ണമായ അപ്ഡേറ്റ്സ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഡൽഹിയിൽ 7ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കേരള എക്സ്പ്രസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ സംഘത്തെ വരവേൽക്കാൻ വലിയ ആഘോഷപൂർവ്വം വലിയൊരു സന്നാഹം തന്നെ ഡൽഹിയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആ ആവേശ കാഴ്ചകൾ കാണുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ അവർ മധുരയിൽ ഏറ്റുവാങ്ങിയ സ്വീകരണമാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഒപ്പം തന്നെ കോയമ്പത്തൂരിൽ, പാലക്കാടൊക്കെ തന്നെ ഊഷ്മളമായ സ്വീകരണമാണ് കേരളത്തിൽ നിന്നുള്ള BJP പ്രതിനിധി സംഘത്തിന് ലഭിച്ചത്. വലിയ രീതിയിലുള്ള ഒരു വരവേൽപ്പ് ലഭിച്ചിരുന്നു. സമാന രീതിയിലുള്ള ഒരു ആഘോഷപൂർവമായ സ്വീകരണം ഡൽഹിയിൽ ഏറ്റുവാങ്ങാൻ പോവുകയാണ്. വനിതാ നേതാക്കൾ അടക്കമുള്ളവർ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ എക്സ്പ്രസിൽ ജനപ്രതിനിധികൾക്കൊപ്പം തന്നെ നമ്മുടെ പ്രതിനിധി ഗോകുൽ രമേശും ഉണ്ടായിരുന്നു. ഗോകുൽ രമേശ് ആ കോച്ചിൽ നിന്നുള്ള കാഴ്ചകൾ, അവരുടെ ആവേശ കാഴ്ചകൾ, അവർ ആവേശപൂർവ്വം ഗണഗീതം ആലപിച്ചതെല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും അവിടെ റെയിൽവേ സ്റ്റേഷനിൽ 7ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധി സംഘം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അവർ പുറത്തേക്ക് വരുമ്പോൾ ആ ഒരു ആവേശം ഒട്ടും തന്നെ ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ജനം TV സംഘവും നമ്മുടെ റിപ്പോർട്ടർമാരാണ് അവിടെ സജീവമായിട്ട് തന്നെ ഉള്ളത്. ഗോകുൽ രമേശ് കേരളത്തിൽ നിന്ന് നമ്മുടെ ജനപ്രതിനിധി സംഘത്തിനൊപ്പം തന്നെ അവരെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം നമ്മുടെ റിപ്പോർട്ടർ നന്ദഗോപൻ ഡൽഹിയിൽ അവിടെ തന്നെയുണ്ട്. അദ്ദേഹം നമ്മളിലേക്ക് ആ വിവരങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദൻ, ട്രെയിൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉടൻ തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങും. കേരളത്തെ ആകെ ആവേശത്തിലാഴ്ത്തിയ നേതാക്കന്മാർ ഇപ്പോൾ ഡൽഹിയിലും ഇന്ദ്രപ്രസ്ഥത്തിലും ആവേശം വിതറിക്കൊണ്ട് എത്തുകയാണ്. കോച്ചുകൾ ഓരോന്നായി M1 കോച്ച് കടന്നു വരുന്നു. ഈ B1 കോച്ചിലാണ് പ്രധാനമായും തിരുവനന്തപുരം നഗരസഭയിൽ നിന്നുമുള്ള നേതാക്കളുള്ളത്. മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള 50 കൗൺസിലർമാർ, ഒപ്പം മറ്റ് നേതാക്കന്മാർ, മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള നേതാക്കളടക്കം ഇതിലുണ്ട്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 119 പേർ. ഈ 119 പേരിൽ 119 പേരിൽ BJP ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർ, ഒപ്പം വൈസ് പ്രസിഡന്റുമാർ, സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗങ്ങളൊക്കെ അവർ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിൽ നിന്ന് പുറപ്പെട്ട BJP ജനപ്രതിനിധി സംഘം പ്രധാന സേവകനെ കാണാനായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയതാണ്. എന്തായാലും കേരള എക്സ്പ്രസ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 7ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കേരള എക്സ്പ്രസ് എത്തിച്ചേരുമ്പോൾ വലിയ ആവേശത്തിലാണ് ഡൽഹിയിൽ നിന്നുള്ള മലയാളികളും എന്നുള്ളതാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത്. അവരുടെ ആവേശം ജനം TV സംഘത്തോട് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും അവർ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്നു.
2 ദിവസം മുൻപാണ് അവർ കേരളത്തിൽ നിന്ന് പുറപ്പെട്ടത്. കേരള എക്സ്പ്രസിലായിരുന്നു യാത്ര. പ്രധാന സേവകനെ കാണാൻ, നമ്മുടെ കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിക്കാൻ. അങ്ങനെ തലസ്ഥാനത്ത് നിന്ന് കൗൺസിൽമാരെ എല്ലാവിധ സൗകര്യം ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വീകരണം ഉണ്ടായിരുന്നു. സ്വീകരണം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തിയതാണ്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. രാജ്യം ഇത്രത്തോളം തിരുവനന്തപുരത്തിൻ്റെ വിജയം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. വളരെ സന്തോഷം. എല്ലാവരും വളരെ. നിങ്ങളുടെ നായകനോടെ വി രാജേഷ് മുന്നിലുണ്ട്. അതേ മുന്നിലുണ്ട്. ആവേശപരമായ സ്വീകരണങ്ങളായിരുന്നു ലഭിച്ചിട്ടില്ല. വലിയ ആവേശമാണ്, വലിയ ആവേശമാണ്. How proud? എക്സ്പ്രസ് അല്പസമയം മുൻപാണ് ഡൽഹിയിൽ 7ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കേരള എക്സ്പ്രസ് എത്തിച്ചേർന്നത്. അവരെ ആവേശപൂർവ്വം സ്വീകരിക്കുകയാണ് നമ്മുടെ ഇന്ദ്രപ്രസ്ഥം. വലിയ മാധ്യമങ്ങളുടെ അടക്കം വലിയൊരു തിരക്ക് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അവരുടെ പ്രതികരണം വൈകുന്നത്. പക്ഷേ ഉടനടി ആ പ്രതികരണങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള തിരക്ക് ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ തലസ്ഥാനത്ത് BJP നേടിയ ഉജ്ജ്വല വിജയം അത് രാജ്യം മുഴുവൻ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ്. നമ്മുടെ പ്രധാനമന്ത്രി പലപ്പോഴായി തിരുവനന്തപുരത്ത്. സിമി ജ്യോതിഷ് ചേച്ചി, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? യാത്ര നല്ല സുഖമായിരുന്നു. എല്ലാവരും ആവേശത്തിലാണ്. പ്രധാനമന്ത്രിക്ക് നേരിട്ട് കാണാനും അദ്ദേഹത്തിന്റെ വസതിയിൽ വിരുന്നിൽ പങ്കെടുക്കാനും ഒക്കെ ഉള്ളൊരു സുവർണാവസരമല്ലേ. അപ്പോൾ എല്ലാവരും വളരെയധികം ആവേശത്തിലാണ്. ജയചേച്ചി ഉണ്ട്. എല്ലാവരും തിരുവനന്തപുരത്ത് സുപരിചിതരാണ്. തീർച്ചയായിട്ടും സന്തോഷം. ഇനി ഏതാനും ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇനി പ്രധാനമന്ത്രിയെ കാണണം. അതിൻ്റെ ഒരു ആവേശവും സന്തോഷവുമാണ്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തിലാണ്, ഒരുപാട് പ്രതീക്ഷയിലാണ്. ഞങ്ങൾ ഡൽഹിയിൽ എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഹാപ്പിയായിട്ട് ഞങ്ങൾ ഇവരെ എല്ലാവരും റിസീവ് ചെയ്യുകയാണ്. ബാക്കിയുള്ള 2-3 ദിവസത്തെ ഫുൾ കോർഡിനേഷനും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് 1 by 1 ആയിട്ട് കാണാം. എന്തൊക്കെയാണ് ഈ പരിപാടിയിൽ നിശ്ചയിച്ചിരിക്കുന്നത്? ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്ററെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ഇവർക്ക് എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ രാഷ്ട്രപതി നമുക്ക് സമയം തന്നിട്ടുണ്ട്. രാഷ്ട്രപതിയോടൊപ്പം ഇവരെല്ലാവരും ഉണ്ടാവും. അതോടൊപ്പം തന്നെ പാർലമെൻറ്റിൽ അവരെ കൊണ്ടുപോയി അവരെ എല്ലാവരെയും ഞങ്ങൾ വളരെ വിശാലമായി ഡൽഹിയുടെ എല്ലാ പാർലമെൻറ്റിലും സന്ദർശിക്കുന്നുണ്ട്. നാളെ അതിന് സമയം കിട്ടിയിട്ടുണ്ട്. പാർലമെന്റിലും എത്തിക്കുന്നുണ്ട് അവരെ. വളരെ ബൃഹത്തായ പരിപാടികളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് 3 ദിവസം മുഴുവൻ സമയവും ഇതുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഈ BJPയുടെ കൗൺസിലർമാർ ഏർപ്പെടും. BJPയുടെ വി രാജേഷ് എങ്ങനെയുണ്ടായിരുന്നു യാത്ര? വളരെ നന്നായിരുന്നു. വളരെ നല്ല പ്രതീക്ഷയാണ് നൽകുന്നത്. ഇത്രയും പ്രതിനിധികൾ ഒരു ദിവസം ഒരുമിച്ച് 3 ദിവസം. അതെ, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? നല്ല യാത്രയായിരുന്നു. വളരെ വളരെ ആവേശോജ്വലമായ സ്വീകരണ പരിപാടിയാണ്. BJPയുടെ ഡൽഹി ഘടകം അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ് അദ്ദേഹം നേരിട്ടെത്തിയാണ് ഈ ജനപ്രതിനിധികളെ സ്വീകരിക്കുന്നത്. വി രാജേഷ് തിരുവനന്തപുരം മേയർ, ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് എന്നിവർക്ക്
ഒപ്പം എത്തിയ മുഴുവൻ ജനപ്രതിനിധികൾക്കുമുള്ള സ്വീകരണ പരിപാടികളാണ്. BJPയുടെ ഡൽഹി ഘടകം അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവാണ് ഇവരെ സ്വീകരിക്കുന്നത്. ഒപ്പം തന്നെ മുതിർന്ന BJPയുടെ നേതാക്കളടക്കം ഇവിടെയുണ്ട്. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വളരെ ആവേശോജ്വലമായ ഒരു സ്വീകരണ പരിപാടികളാണ്. 3 ദിവസത്തെ പരിപാടികൾ. അതിൽ പ്രധാനമന്ത്രിയെ സന്ദർശിക്കുന്നു, അദ്ദേഹം നൽകുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കുന്നു. ഒപ്പം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിക്കുന്നു, പിന്നീട് പാർലമെന്റ് സന്ദർശിക്കുന്നു. അങ്ങനെ വിവിധ പരിപാടികൾക്കായാണ് ഈ കേരളത്തിൽ നിന്നുമുള്ള BJPയുടെ കൗൺസിലർമാരും മറ്റും എത്തിയിട്ടുള്ളത്. പ്രേക്ഷകർ കാണുന്നത് മേയർ VV രാജേഷ് ഉണ്ട്, ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ TS ആശാനാഥ് ഉണ്ട്, ഉൾപ്പെടെ വലിയൊരു ജനപ്രതിനിധികളുടെ സംഘം തന്നെയാണ് ഡൽഹിയിൽ എത്തിച്ചേർന്നത്. അവർ 2 ദിവസം മുൻപാണ് കേരളത്തിൽ നിന്ന് കേരള എക്സ്പ്രസിൽ യാത്ര തിരിച്ചത്. ഇന്ന് വൈകിട്ടോടുകൂടി 5 മണിയോടുകൂടിയാണ് ഡൽഹിയിലെ യുദ്ധസ്മാരകം ഇവർ സന്ദർശിക്കുക. ഒപ്പം തന്നെ വൈകിട്ട് 6-ന് BJP കേന്ദ്ര കമ്മിറ്റി ആസ്ഥാനത്ത് ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനൊപ്പം വിവിധ പരിപാടികളിൽ പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നാളെയും മറ്റന്നാളും പ്രധാനപ്പെട്ട പരിപാടികളാണ്. നാളെ വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിവിധ കേന്ദ്രമന്ത്രിമാരെയും കാണുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധി സംഘം പാർലമെന്റ് സന്ദർശിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ BJP ജനപ്രതിനിധികൾ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഡൽഹിയിലേക്ക് തിരിച്ചത്. എന്തായാലും തലസ്ഥാനത്തെ ആ ചരിത്ര വിജയം രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. നമ്മുടെ തലസ്ഥാനത്തെ വിജയിച്ചു കയറിയവർക്ക്, തലസ്ഥാനത്തെ ചരിത്ര നേട്ടമുണ്ടാക്കിയവർക്ക് ഡൽഹി നൽകുന്ന സ്വീകരണമാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ചരിത്ര വിജയത്തിന് പിന്നാലെയുണ്ടായ മേയറുടെയും സംഘത്തിന്റെയും ഡൽഹി യാത്ര, അത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നു. എന്തായാലും ആ യാത്രയുടെ തത്സമയ വിവരങ്ങളുമായി ജനം TVയും പ്രേക്ഷകർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഡൽഹി യാത്രയ്ക്ക് പുറപ്പെട്ട നമ്മുടെ സംഘം ഊഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് അല്പസമയം മുൻപ് ഡൽഹിയിൽ എത്തിച്ചേർന്നത്. പാലക്കാടായാലും കോയമ്പത്തൂരിലായാലും മധുരയിലായാലും വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം അവർ ഏറ്റുവാങ്ങിയിരുന്നു. അതിൻ്റെ എല്ലാ ചാരുതയോടുകൂടിയും എല്ലാ ഭംഗിയോടുകൂടിയും പ്രേക്ഷകരിലേക്ക് ജനം TV എത്തിച്ചിരുന്നു. നമ്മുടെ റിപ്പോർട്ടർ ഗോകുൽ രമേശും ആ യാത്രയെ അനുഗമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഗോകുൽ രമേശ് അവിടെ എത്തിയിട്ടുണ്ടാകണം. ആ തിരക്കൊന്ന് ഒഴിഞ്ഞിട്ട് വേണം ഗോകുൽ രമേശിന്റെ വിശേഷങ്ങൾ കൂടി തിരക്കാൻ. എന്തായാലും നമ്മുടെ ഡൽഹി റിപ്പോർട്ടർ നന്ദഗോപനും കൂടുതൽ വിവരങ്ങളുമായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്കൊപ്പം